ഫ്രം ഇന്ത്യ ഇന്ന് റിലീസാണ്. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ പ്രേമം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് നിവിൻ പോളി മലയാള സിനിമയിലേക്ക് വന്നതെങ്കിലും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചടി കയറ്റായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരുപാട് നല്ല സിനിമകൾ നിവിൻ പോളിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചെറിയൊരു മോശം ലെവലിലേക്കൊക്കെ പോയി എന്ന് വെച്ചാൽ മികച്ച നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടാതെ കുറച്ച് ചവറ് പടങ്ങൾ പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ഒരു താരമൂല്യം വളരെ വലുതായിരുന്നു. അതിന് ചെറിയൊരു ഇടിവ് സംഭവിച്ചു. പിന്നീട് അദ്ദേഹം വീണ്ടും ഇപ്പോൾ നല്ല സിനിമകളും നല്ല സ്ക്രിപ്റ്റുകളും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമ, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമയാണ് ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമ. നല്ലൊരു അഭിപ്രായമാണ് സിനിമയ്ക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിവിൻ പോളി എന്ന് പറയുന്ന നടൻ്റെ ഒരു ലെവല്, അതായത് സിനിമ തിയേറ്ററിലുള്ള റെസ്പോൺസ്, എന്തോരം ഫാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ തിയേറ്ററിൻ്റെ ചുറ്റുവട്ടത്തിൽ നോക്കിയാൽ കാണാം. ഇതാ ഫസ്റ്റ് ഷോ അതായത് നല്ലൊരു കഥ വരികയാണെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ, അതായത് ബോക്സ് ഓഫീസ് അടിച്ച് തൂക്കുന്ന ഒരു നടനാണ്, ബോക്സ് ഓഫീസ് അടിച്ച് പൊട്ടിക്കുന്ന ഒരു നടനാണ് നിവിൻ പോളി. അപ്പം നല്ല സിനിമകൾ അദ്ദേഹത്തിന് ഇനി ലഭിക്കട്ടെ. ഞാൻ എന്തായാലും കാണിച്ചു തരാം. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏകദേശം എന്തോരം ഫാൻസ് ഉണ്ടെന്നുള്ളത്. തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള 2 വീലർ പാർക്കിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ടിക്കറ്റ് ഇല്ലാണ്ട് എത്ര പേരെ മോർണിംഗ് ഷോ തന്നെ തിരിച്ചു പോകണമെന്നറിയാം. ഇതാണ്ടോ ഗിരിജ തിയേറ്ററിൽ പിന്നെ അത്യാവശ്യം പാർക്കിങ്ങിന് മര്യാദ ഏരിയ ഉണ്ടെന്നുള്ളതാണ്. 2 വീലറുകൾ കണ്ടാൽ തന്നെ കിളിവും. നോക്ക് പാറ് കണ്ണാ ചേട്ടാ, പാർക്കിംഗ് ഒക്കെ ഫുള്ളായില്ലേ? വെക്കാൻ സ്ഥലം വേണ്ടല്ലേ? നിവിൻ പോളിയുടെ പടമാണ്, മര്യാദ ഫാൻസാണ് നിവിൻ പോളിക്ക്. അപ്പോഴേ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പടം കണ്ടു കഴിഞ്ഞിട്ട് സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ